Okay, welcome back. So, നമ്മൾ മെഗാ ക്രാഷ് കോഴ്സിൻ്റെ തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള മൊഡ്യൂളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൊഡ്യൂൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൈനറ്റിക് തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ തന്നെ ഫസ്റ്റ് ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിൽ ബാക്കി വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതേപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ്സും നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് ലോൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ്, പിന്നീട് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോകും. അതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് കുറച്ച് ഡിഫറെൻറ്റ് പ്രോസസ്സ്. നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സസ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന പ്രോസസ്സുകൾ ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കുറേ പ്രോസസ്സുകളുണ്ട്. ഇതിനൊക്കെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന്. എന്താ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വളരെ സ്ലോ ആണ്. ദെർഫോർ വി ക്യാൻ നെഗ്ലെക്റ്റ്, ഈ ടൈം വളരെ സ്ലോയിൽ, റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേറ്റും നമുക്ക് ഇക്വിലിബ്രിയമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനും നോൺ സ്റ്റാറ്റിക് പ്രോസസ്സിനും എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, ഒരു നോൺ സ്റ്റാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിളാണ് നമ്മളൊരു വെള്ളത്തിലേക്ക് കുറച്ച് ഇങ്ക് മഷി കലക്കുന്നത്. ഓക്കെ, ഒരു വെള്ളത്തിലേക്ക് നമ്മൾ മഷി കലക്കി കഴിഞ്ഞാൽ ഉടനെ അത് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും, കംപ്ലീറ്റ് ഡിഫ്യൂസ് ആവും അല്ലേ? പക്ഷേ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെ സ്ലോലി നടക്കും. ഓക്കെ, വളരെ സ്ലോലി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് എല്ലാ സമയത്തും ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊരു സമയം എടുത്താലും ആ സമയത്തൊക്കെ നമുക്കത് ഇക്വിലിബ്രിയത്തിലാണ്. എന്തിനാ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി നമ്മൾ ഇത്രയും ശ്രമിക്കുന്നത്? യെസ്, ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വി ഹാവ് ഓൾ ദി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ എത്തി നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്നതാണ് ഈ ചേഞ്ച് നടക്കുന്നത് വളരെ സ്ലോയിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ടൈം ഇൻ്റർവെല്ലിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല നമുക്ക് അസ്യൂം ചെയ്യാം. അതാണ് ക്വാസി സ്റ്റാറ്റിക്. ക്വാസി എന്ന് പറയാറുണ്ട്. അപ്പം സ്റ്റാറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പാതി സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലേ, ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന അർത്ഥത്തിലൊക്കെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. അതാണ് ഐസോതെർമൽ പ്രോസസ്സസ്. സോ ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് എന്താ കാര്യമായിട്ട് നമുക്ക് എന്താ ഉള്ളത്? ടെമ്പറേച്ചർ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 0. സോ ഇത് നമുക്ക് ഐസോതെർമൽ ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് 3 കേർവ്സ് ആണ്. പി വി കർവ്, അതേപോലെ ടി വി കർവ് ആൻഡ് ടി പി കർവ്. സോ ഈ 3 കേർവും ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ചിലപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരാം. ഈ ഇതിൽ ഓരോന്ന് ഏതാണ് ഐസോതെർമൽ പ്രോസസ്സ്, ഏതാണ് അഡിയബാറ്റിക് പ്രോസസ്സ്, എന്നിട്ട് കുറേ കർവ് തരും. ടി വി കർവ്, പി വി കർവ്, ടി പി കർവ്, അങ്ങനെ കുറേ കർവ് തരും. അതിൽ ഏതാണ് ഐസോതെർമൽ, ഐസോബാറിക്, ഏതാണ് ഐസോകോറിക് ഏതാണെന്നുള്ള കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും. സോ ശ്രദ്ധിക്കുക, ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ പി വി ഡയഗ്രം എങ്ങനെയാണ് വരിക? ഇറ്റ് വിൽ ബി എ കേർവ് ആയിരിക്കും ഇങ്ങനെ വരിക. പക്ഷേ ടി വി ഡയഗ്രാം എങ്ങനെ ആയിരിക്കും? ടി വി ആണ് ഒരു കോൺസ്റ്റൻറ്റ് കർവായിരിക്കും. എന്തുകൊണ്ടത്? നമുക്കറിയാം ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്താൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ടി പി ആണെങ്കിലോ പ്രഷർ ചേഞ്ച് ചെയ്താലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രഷർ ചേഞ്ച് ചെയ്താലും ടെമ്പറേച്ചർ ചേഞ്ച് വരാൻ പാടില്ല. സോ അത്തരം പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. W is equal to nRT log P1/P2. ഓക്കെ, സോ ഇവിടെ പ്രഷർ P1 നിന്ന് പ്രഷർ P2ലേക്കാണ് ഈ ഗ്യാസ് മാറുന്നതെങ്കിൽ പ്രഷർ ദിസ് ഇസ് P1 and this is P2. Then the work done during this process is given by nRT. ഇത് at given temperature ആയിരിക്കും അല്ലേ? at given temperature, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞല്ലോ ഐസോതെർമൽ പ്രോസസ്സ്. സോ P1 ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, P2 ആണ് ഫൈനൽ ടെമ്പറേച്ചർ. സോ ഫൈനൽ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലും, ഫൈനൽ പ്രഷറും ഇനീഷ്യൽ പ്രഷറും കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലും നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ് എന്നാണ് ഇറ്റ് ഈസ് വോളിയം ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, വോളിയം ഡസ് നോട്ട് ചേഞ്ച് ഓർ P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമുക്ക് ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. ഓക്കെ, P/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗ്രാഫുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് പി വി കർവ്.
വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പ്രഷർ മാറുന്നതിനനുസരിച്ച് വോളിയം മാറുന്നില്ല. സോ ഇറ്റ് വിൽ ബി എ കർവ് ലൈക്ക് ദിസ്. ഓക്കെ, വി കോൺസ്റ്റന്റ് ആണ്. പ്രഷർ എത്ര ചേഞ്ച് ചെയ്താലും പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് വോളിയത്തിൽ മാറ്റം ഉണ്ടോ? ഇല്ല, വോളിയം ഒരൊറ്റ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതേസമയം വി ടി കർവ് എങ്ങനെ വരിക? വി ടി കർവ് ഇങ്ങനെ വരിക. പി ടി കർവ് എങ്ങനെ വരിക? പി ടി കർവ് ഇസ് എ straight line of 45 degree angle. So P by T is a constant. അതാണ് P by T is equal to a constant എന്ന് പറയുന്നത്. ഇനി ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ W is equal to 0 ഇൻ്റഗ്രൽ പി ടി വി. ഇനി നമുക്ക് മൂന്നാമത് ഉള്ളത് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ കേസിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രഷർ. പ്രഷറിൽ ചേഞ്ചസ് ഒന്നുമില്ല. സോ ആ കേസിൽ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് വരുന്നത്. വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ നമുക്ക് പി വി ഡയഗ്രാം വരുന്നത് എങ്ങനെ നോക്കാം? പി വി ഡയഗ്രാം എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. അപ്പം പി വി ഡയഗ്രാമത്തിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈനാണ് വരിക. അതേസമയം വി ടി ഡയഗ്രത്തിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ തന്നെ, പക്ഷേ ഒരു ആംഗിൾ ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതേപോലെ പി ടി ഡയഗ്രാം എന്തായിരിക്കും? സെയിം സ്ലോപ്പുള്ള അല്ലെങ്കിൽ 0 സ്ലോപ്പുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത് W is equal to പി ഡി വി is equal to പി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പീനെ നമുക്ക് ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം അല്ലേ? പി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. ഓക്കെ, പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. ഇതാണ് ഈ മൂന്ന് പ്രോസസ്സുകളും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹീറ്റ്. ഹീറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. അതായത് ഡെൽറ്റ ക്യൂ എന്താണ്? 0 ആണ്. ഇനീഷ്യൽ ഹീറ്റ് എത്രയാണോ, ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണോ, ഇനീഷ്യൽ ഉള്ള എനർജി ആയിരിക്കും ഫൈനൽ എനർജിയും. സോ ഡെൽറ്റ ക്യൂ, ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് 3 ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഈ അഡിയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അത് നമുക്ക് 3 രൂപത്തിൽ എഴുതാം. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതേ ഫോമിൽ നമുക്ക് മാറ്റി ചെയ്ത ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി റേസ് ടു 1 മൈനസ് ഗാമ, ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഇത് മൂന്നും അഡിയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. 3 ഡിഫറെൻറ്റ് വേരിയബിൾ. ഒന്ന് പി വി ആണ്, മറ്റേ ടി വി ആണ്, മറ്റേ പി ടി ആണ്. ഓക്കെ, നമ്മൾ 3 ഡയഗ്രാംസ് ആയിരുന്നു നമുക്ക് തൊട്ട് മുമ്പ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ആണ്. ഈ ഗാമ എന്താണ്? ഗാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ സി പി ബൈ സി വി അല്ലേ? സി പി ബൈ സി വി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടായിരുന്നു. ഗാമ ഈസ് സി പി ഈസ് ഓൾവേസ്, നമുക്കറിയാം എന്താണ്? സി പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. ദെർഫോർ ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഗാമ എപ്പോഴും എന്തായിരിക്കും? 1നേക്കാളും കൂടുതലായിരിക്കും. സോ ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ബൈ എഫ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അതേപോലെ പിന്നെ ഇതിൻ്റെ പി വി കർവ് വരിക ഇങ്ങനെയായിരിക്കും. ടി വി കർവ് കുറച്ചുകൂടെ സ്ലോപ്പ് കുറവായിരിക്കും. പി ടി കർവ് പോസിറ്റീവ് സ്ലോപ്പുള്ള കർവ് ആയിരിക്കും. അപ്പോൾ പി വി കർവും ടി വി കർവും അഡിയബാറ്റിക്കിൻ്റെ കേസിൽ എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ്. പക്ഷേ പി ടി കർവിന് പോസിറ്റീവ് സ്ലോപ്പാണ് എപ്പോഴും ഉള്ളത്. ഇതാണ് കാര്യം ഓർക്കുന്നത്. പിന്നെ വർക്ക് ഡൺ ഇൻ എ അഡിയബാറ്റിക് പ്രോസസ് ഇസ് W is equal to NR divided by gamma minus 1 into T1 minus T2 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഇതുപോലെ ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കേസിലും നമുക്ക് പി വി ടി പി ടി, പി വി ടി വി പി ടി, ഈ 3 കർവ്സ് ഓർത്ത് വെക്കുക. പിന്നെ അഡിയബാറ്റിക്കിൻ്റെ കേസിൽ 3 ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് അല്ലേ? ടി വി റേസ് ടു ഗാമ ഈക്വൽ ടു 0, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്, ദെൻ പി റേസ് ടു 1 മൈനസ് ഗാമ, ടി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. പിന്നെ ഗാമ എന്ന് പറയുന്നതാണ് സി പി ബൈ സി വി ആണ്. ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അതും ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു പ്രോസസ്സ് എപ്പോഴാണ് സൈക്ലിക് ആവാൻ നോക്കാം. സൈക്ലിക് എന്ന് പറയുന്നതാണ് തുടങ്ങിയോടെ തന്നെ എത്തുക. അതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് അല്ലേ? സൈക്കിളിൻ്റെ ടയർ എന്താണ്? അതിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. തുടങ്ങിയോടെ തന്നെ എത്താം. അപ്പോൾ നമുക്ക് ഒരു പി വി കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി, പിന്നെ ഇവിടെ എത്തി, ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഇത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ സമയത്ത് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അത് ആദ്യം ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പം ദർ ഈസ് സം ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. പക്ഷേ ആ ഇൻറ്റേർണൽ എനർജി വിൽ ബി ബാലൻസ്ഡ് ബൈ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പം ആ ഇൻറ്റേർണൽ എനർജിയിലൊക്കെ പോയതൊക്കെ എന്തെങ്കിലും തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ കിട്ടിയതൊക്കെ തിരിച്ചു പോകും. ഈ രൂപത്തിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ സൈക്ലിക് പ്രോസസ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലോ അങ്ങനെ എഴുതാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? പക്ഷേ ഡെൽറ്റ യു എന്താണ്? ഫോർ ആൻ സൈക്ലിക് പ്രോസസ് ഡെൽറ്റ യു ഈക്വൽ 0, ദെർഫോർ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. സോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം എന്തിന് യൂസ് ചെയ്യും? വർക്ക് ഡൺ
അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡിയ. ഓക്കെ, സോ നൗ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പി വി ഡയഗ്രാം ഓഫ് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക്. ഇതുണ്ടോ, ഇതാണ് പി വി ഡയഗ്രാം ഓഫ് ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്. ശരിക്കും ശ്രദ്ധിക്കുക, ഇതാണ് പി വി ഡയഗ്രാം ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. ഇനി അതേസമയം പി വി ഡയഗ്രാം ഓഫ് ഐസോതെർമൽ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? നോക്കൂ, ഇതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കാണുമ്പം സെയിം ഒരേപോലെ തോന്നും അല്ലേ? ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. സോ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഐസോതെർമലിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ കിട്ടും? വി വിൽ ബി ഒബ്റ്റൈനിങ് ലൈക്ക് ദിസ്. ഓക്കെ, അഡിയബാറ്റിക്കിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഉണ്ടോ? അപ്പോൾ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ? സ്ലോപ്പ് കൂടുതൽ എപ്പോഴും അഡിയബാറ്റിക്കിനാണ്. സോ ദിസ് ഈസ് ദി അഡിയബാറ്റിക് കർവ്. ഓക്കെ, ഇതാണ് ഐസോതെർമൽ. സോ ഐസോതെർമലിന് എപ്പോഴും സ്ലോപ്പ് കുറവായിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം? നമുക്കറിയാം ഡി പി ബൈ ഡി വി എന്താണ്? -P/V ആണ് ആർക്ക്? ഐസോതെർമലിന്. അതേസമയം ഡി പി ബൈ ഡി വി ഫോർ അഡിയബാറ്റിക് ആണെങ്കിലും -P/V ആണ്. സോ നെഗറ്റീവ് സ്ലോപ്പ് ആണ് കൂടുതൽ കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറവ് ഏതാണെന്ന് വെച്ചാൽ കുറവ് അഡിയബാറ്റിക്കിനാണ്, പക്ഷേ അത് നെഗറ്റീവ് സ്ലോപ്പാണ് കൂടുതൽ. സ്ലോപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആർക്കാണ്? അഡിയബാറ്റിക്കിനാണ്. സോ ഈ ഗാമ എപ്പോഴും പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ P/Vയേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് P/V. അതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എപ്പോഴും കൂടുതൽ വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പി വി കർവിൽ കേട്ടോ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എയർ ഈസ് കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് എന്താണ്? എയർ ഹാഫായിട്ട് കംപ്രസ് ചെയ്തു. അപ്പം ഉടനെ നമുക്ക് എന്ത് എഴുതാം? V1 ഈക്വൽ ടു V ആണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു V/2 ആക്കി. ഹാഫായിട്ട് കംപ്രസ് ചെയ്തു ഇറ്റ്സ് വോളിയം. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ ചോദിക്കുന്നത്. അത് ΔT. Let the initial temperature T1 Kelvin and final temperature be T2 Kelvin. Final temperature T1 Kelvinum T2 Kelvinum initial temperature T1 Kelvinum ആണെങ്കിൽ change in change in temperature, അത് T2 minus T1. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് T2 minus T1 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. T2 minus T1 ഈക്വൽ ടു വാട്ട്? നമുക്ക് തന്നിരിക്കുന്നത് V1 ഈക്വൽ ടു V എടുത്താൽ V2 is equal to V/2 ആണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സസ് എന്താണ്? TV raised to gamma equal to constant, or we can write T1 V1 raised to gamma is equal to T2 V2 raised to gamma. Okay, T1 V1 raised to gamma equal to T2 V2 raised to gamma, or I can write T2 is equal to ഈ T2 നോട് നിർത്തി V2 raised to gamma അപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്ത് വരും? V1 raised to gamma divided by V2 raised to gamma into T1, or this is equal to V1 by V2 whole raised to gamma into T1. പക്ഷേ V1 by V2 എന്താണ്? From here V1 by V2 is equal to V divided by V/2, that is equal to V യും cancel ആയി ബാക്കി 2 ഉണ്ടാവുള്ളൂ. So this is equal to 2. So therefore we can write this is equal to, next slide, 2 raised to gamma T1. So T2 is equal to 2 raised to gamma. പക്ഷേ ഇവിടെ ഗാമ എന്താണ്? എയർ ഈസ് കംപ്രസ്ഡ്. അപ്പം ഇവിടെ എയർ ആണ് തന്നിട്ടുണ്ട് മെറ്റീരിയൽ. ഓക്കെ, എയർ ഈസ് കംപ്രസ്ഡ് ഹാഫ് ഇറ്റ്സ് വോളിയം, കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എഴുതാം. അപ്പം എയറിൻ്റെ ഗാമ നമുക്ക് ഓൾറെഡി അറിയാം. For air gamma is equal to 0.4. So 2 raised to 0.4 T1 എന്ന് എഴുതാം. So this is equal to almost 1.319 എന്ന് കിട്ടും 2 raised to 0.4 എഴുതിയാൽ. ഓക്കെ, so therefore T2 minus T1 is equal to എന്താണ്? T2 എന്താണ്? 1.319 T1 ആണ്, മൈനസ് T1, or that is equal to 0.319 എന്ന് കിട്ടും T1. ഓക്കെ, T1 Kelvin. So this is the final answer.
Okay, point. So temperature, change in temperature delta T is equal to 0.319 T1. So T1 എത്രയാണോ അതിൻ്റെ 0.319 ടൈംസ് ആയിരിക്കും ടോട്ടൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഫർദർ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ ഫസ്റ്റ് ലോ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ ഫസ്റ്റ് ലോ ഒക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് പറഞ്ഞു. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ തന്നെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ് ഒക്കെ പറഞ്ഞു. സോ ഈ അഡിയബാറ്റിക് പ്രോസസ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത്. അതിന് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സോ ഇനി നമ്മൾ ഈ അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ചൊരു സമ്മറി നിങ്ങൾക്ക് തരാം. എന്തൊക്കെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ഫസ്റ്റ് ലോ എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിന് നമുക്ക് മറ്റൊരു ഫോമിൽ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാം. ഓക്കെ, ഇത് സ്മോൾ ചേഞ്ചസ് ആണ്, പക്ഷേ വളരെ സ്മോൾ ഇൻഫിനിറ്റ്സിമലി സ്മോൾ ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യം സി വി ആൻഡ് സി പി. അതെ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, so specific heat at constant pressure is defined as dq divided by dt at constant pressure. പക്ഷേ നമുക്ക് ഇതെന്താണ്? അതേപോലെ സി വി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സി വി ഈസ് ഡിഫൈൻഡ് ആസ് ഇനിഷ്യലി അത് ഡിഫൈൻ ചെയ്യുന്നത് ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം എന്നാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ക്യൂവിന് എങ്ങനെ എഴുതാം? ഡി ക്യൂവിന് എങ്ങനെ എഴുതാം? ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് എഴുതാം അല്ലേ? പക്ഷേ അതുകൊണ്ട് എങ്ങനെ എഴുതാം? ഡി യു ബൈ ഡി ടി പ്ലസ് പി, ഡി ഡബ്ല്യു പറഞ്ഞാൽ പി ഡി വി അല്ലേ? സോ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. രണ്ട് സൈഡിലും വോള്യൂം കോൺസ്റ്റൻറ്റ് വോള്യൂമാണ്. സോ ഈ ബ്രാക്കറ്റിനകത്ത് താഴെ സഫിക്സ് ആയിട്ട് വി ഇടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാക്കറ്റിൻ്റെ പുറത്ത് ദറ്റ് ഇസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം എന്നാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ആ പാരാമീറ്റർ വാട്ട് എവർ അവിടെ എന്താണുള്ളത് അത് അറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, പക്ഷേ ഈ രണ്ടാമത്തെ ടേം നോക്കൂ, ദിസ് ഈസ് 0. വൈ? ബിക്കോസ് സിൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ഡി വി വിൽ ബി 0 അല്ലേ? അപ്പോൾ ഈ ടേം നമുക്ക് 0 ആക്കാം. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡി ക്യൂ വാട്ട് വി ക്യാൻ റൈറ്റ് ഈസ് നമുക്കിവിടെ സിംപ്ലി എന്ത് എഴുതാം? വി ക്യാൻ സിംപ്ലി റൈറ്റ് ഹിയർ ആസ് ഡി യു. ഓക്കെ, ഇവിടെ നമുക്ക് സിംപ്ലി ഡി യു എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി ആൻഡ് സി പി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. സോ അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇൻറ്റേർണൽ എനർജിയെ കുറിച്ചാണ്. ഓക്കെ, ഇത് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ വരും, ഒരുപാട് നമുക്ക് തവണ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പല പ്രോബ്ലംസിലും ഇത് വരാറുണ്ട്. സോ ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൽ പി വി ഡയഗ്രാം എന്ന് വിചാരിക്കാം. പി വി ഡയഗ്രാം. സോ ഇവിടുന്ന് വിട്ട് ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ ഈ ഒരു പാത്തിലൂടെയാണ് നമ്മൾ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിലുള്ള ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ആണെങ്കിൽ ഇനി വേറെ ഏതൊരു പാത്തിലൂടെയും ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും സെയിം ആയിട്ടുള്ള വേറെ ഏതൊരു പാത്തിലൂടെയും നമ്മൾ ആ പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെയിം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻറ്റേർണൽ എനർജി വിൽ ബി സെയിം ഫോർ ഓൾ ദി പാത്ത്സ്. അതാണ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്നാണ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ബാക്കി നമുക്ക് പ്രോബ്ലംസിൽ കാണാം. ഓക്കെ, so the first problem, a motor car has a pressure of 2 atmosphere at room temperature than 27 degrees Celsius. Then 27 degrees Celsius നമുക്ക് എപ്പോഴും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിഗ്രി സെൽഷ്യസ് അല്ല, SI യൂണിറ്റ് കെൽവിൻ ആണ്. സോ 27 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി 27 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 27 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സോ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് എത്രയാണ്? 300 കെൽവിൻ ആണ്. ഓക്കെ, ഇഫ് ദ ടയർ സഡൻലി ബേഴ്സ് മറ്റൊരു ടേം സഡൻലി ബേഴ്സ് എവിടെ നിങ്ങൾ കാണാൻ ശ്രദ്ധിച്ചാൽ അത് പ്രോസസ്സ് എന്തായിരിക്കും? അഡിയബാറ്റിക് പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, അത് മാത്രം ഓർത്ത് വെക്കുക. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റിസൾട്ടിങ് ടെമ്പറേച്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്? സോ ഗിവൺ ഡാറ്റ P1 തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് പ്രഷർ. ഓക്കെ, P1 എത്രയാണ്? 2 atmosphere. ഓക്കെ, 2 atmosphere. P1 എത്രയാണ്? ടയർ പൊട്ടിക്കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലാവും അല്ലേ? അത് 1
അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 1 atm. ഓക്കെ, അതേപോലെ T1 തന്നിട്ടുണ്ട്. T1 എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 കെൽവിൻ. അതേസമയം T2 നമുക്ക് അറിയില്ല. ഈ T2 എന്താണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സാണ് നമുക്ക് മനസ്സിലായി വൺസ് അല്ലേ. സഡൻലി ബേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അഡിയബാറ്റിക് പ്രോസസ്സാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. എന്താണ്? PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, TV റൈസ് ടു 1 ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, P റൈസ് ടു 1 മൈനസ് ഗാമ, T റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമ്മളത് അറിയാം. ഞാൻ അതിൽ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നത്. ആ ഇക്വേഷൻ ഞാൻ റെസിപ്രോക്കൽ എടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1 ഡിവൈഡ് ബൈ P റൈസ് ടു 1 മൈനസ് ഗാമ 1 ഡിവൈഡ് ബൈ T റൈസ് ടു ഗാമ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C. 1 ഡിവൈഡഡ് ബൈ C എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അനദർ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ C തന്നെ ഇടാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് തന്നെ ഇടാം. ഇനി ഞാൻ എന്താണ് ഈ P റൈസ് ടു 1 മൈനസ് ഗാമനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, P റൈസ് ടു 1 മൈനസ് ഗാമനെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് P റൈസ് ടു ഗാമ മൈനസ് 1 ആവും അല്ലേ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? P റൈസ് ടു ഗാമ മൈനസ് 1 ഇതാണ്. ഈ ഇക്വേഷനാണ് നമുക്കിവിടെ ഈ പ്രോബ്ലത്തിൽ ആവശ്യമുള്ളത്. ഓക്കെ, സോ ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എഴുതാം P1 റൈസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ T റൈസ് ടു ഗാമ ഈക്വൽ ടു T1 റൈസ് ടു ഗാമ ഈക്വൽ ടു P2 റൈസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ T2 റൈസ് ടു ഗാമ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് P1 ബൈ P2 ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T1 ബൈ T2 ഹോൾ റൈസ് ടു ഗാമ എന്ന് എഴുതാം. ഓക്കെ, ഓർ നമുക്ക് തിരിച്ചു എഴുതാം P2 ബൈ P1 ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T2 ബൈ ശരിയല്ലേ. രണ്ട് സൈഡിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ T2 ബൈ T1 ഹോൾ റൈസ് ടു ഗാമ എന്നും എഴുതാം. ഓക്കെ, നൗ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്തായിരുന്നു? P1 1 അറ്റ്മോസ്ഫിയർ ആണ്. P2 ഇവിടെ P2 ആണ്. P2 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ റൈസ് ടു ഈ ഗാമ എയറിൻ്റെ ഗാമ എത്രയാണ്? CP ബൈ CV എത്രയാണ്? ഇറ്റ് ഇസ് 1.4. ഈ ഡാറ്റ നമ്മളിവിടെ യൂസ് ചെയ്യണം. ഈ പ്രോബ്ലത്തിൽ തരും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ. സോ 1.4 മൈനസ് 1 1.4 മൈനസ് 1 എത്രയാണ്? ഇറ്റ് ഈസ് 0.4. സോ നമുക്കിവിടെ 0.4 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു T2 ബൈ T1. T2 നമുക്കറിയില്ല, പക്ഷേ T1 എത്രയാണ്? 300 കെൽവിൻ ആണ്. ഹോൾ റൈസ് ടു 1.4. സോ ദിസ് ഈസ് എ പവർ ഇക്വേഷൻ, ഒരു പവറുള്ള ഇക്വേഷൻ ആണ്. സോ പവറുള്ള ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കാം, നാച്ചുറൽ ലോഗരിതം എടുക്കാം. സോ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് 10 എടുക്കാം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കറിയാം ലോഗ് A റൈസ് ടു B എന്താണ്? ഇറ്റ് ഈസ് B ലോഗ് A ആണ്. അതേസമയം ലോഗ് A ബൈ B എന്താണ്? ഇറ്റ് ഈസ് ലോഗ് A മൈനസ് ലോഗ് B ആണ്. ഈ രണ്ട് റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണുള്ളത്? 0.4 ഇൻറ്റു ലോഗ് 1/2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു ലോഗ് T2 മൈനസ് 1.4 ലോഗ് 300. ഇവിടെ എല്ലാം നാച്ചുറൽ ലോഗരിതമാണ് നമ്മൾ എടുക്കുന്നത്, ശ്രദ്ധിക്കുക, നാച്ചുറൽ ലോഗരിതം. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് T2 കണ്ടുപിടിക്കാം. സോ ലോഗ് T2 എന്ത് കിട്ടും? ലോഗ് T2 എന്ന് നമുക്ക് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 2.3911 കിട്ടും. ഓക്കെ, ലോഗ് T2 2.3911. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും 10 റേസ് ടു എടുക്കാം അല്ലേ. 10 ആൻറ്റി ലോഗ് എടുക്കുക, ആൻറ്റി ലോഗ് എടുക്കുക 10 റേസ് ടു എടുക്കുക. സോ 10 റേസ് ടു ലോഗ് T2 ഈസ് ഈക്വൽ ടു 10 റേസ് ടു 2.3911. 10 റേസ് ടു ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 അല്ലേ. സോ ദർഫോർ വി ക്യാൻ റൈറ്റ് T2 ഈസ് ഈക്വൽ ടു 10 റേസ് ടു 2.3911. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 246.1 കെൽവിൻ. സോ ദിസ് ഈസ് ഇൻ കെൽവിൻ. സോ നമ്മുടെ പുതിയ ടെമ്പറേച്ചർ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 300 കെൽവിനിലായിരുന്നു അല്ലേ, അതായത് 27 ഡിഗ്രി സെൽഷ്യസ്. ബേസ്റ്റ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ അവിടെ എത്രയായിട്ട് കുറഞ്ഞു? 246 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം. ദിസ് ഈസ് ഓൾമോസ്റ്റ് -26.9 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ? ആ പൊട്ടിയ ആ നിമിഷം ആ ടയറിൻ്റെ അടുത്തുള്ള ടെമ്പറേച്ചർ എത്രയായിട്ട് കുറഞ്ഞു? -ഡിഗ്രിയിലേക്ക് കുറഞ്ഞു.
ഓക്കെ. ബട്ട് ദിസ് വിൽ ബി എ വെരി ഷോർട്ട് മൊമെൻറ്റ്. ഇത് വളരെ ഷോർട്ട് മൊമെൻറ്റിനെ ഇത് നമുക്ക് ഫീൽ ചെയ്യാനില്ല. നമ്മൾ ടയർ പൊട്ടുമ്പോൾ ഒരിക്കലും -°C നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം അത് ഉടനെ തന്നെ പോവും. ഓക്കെ. Okay, so let's move on to the next problem. A quantity of air at 27 degrees Celsius and atmospheric pressure, so 1 atm pressure, is suddenly compressed. Again suddenly വന്നാൽ എന്താ ഓർക്കണം? അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് ഓർക്കണം. അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ എന്തൊക്കെ മനസ്സിൽ വരണം? PV raised to gamma constant, TV raised to 1 gamma minus 1 constant, അതേപോലെ P raised to 1 minus gamma, T raised to gamma equal constant. ഈ 3 ഇക്വേഷൻസ് ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വന്നോളണം. ഓക്കെ. കംപ്രസ്ഡ് ടു ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ വോള്യൂം. സോ വോള്യൂം V2 എന്തായി? V/2 ആയി. ഫൈൻഡ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് കാണാം, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 2 ഇക്വേഷൻ യൂസ് ചെയ്യാം അവിടെ. ഒന്ന് ഫസ്റ്റ് നമുക്ക് PV raised to gamma equal to കോൺസ്റ്റന്റ് എന്നും, രണ്ടാമത്തെ പാർട്ട് നമുക്ക് TV raised to gamma minus 1 equal to constant എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? P1 V1 raised to gamma equal to P2 V2 raised to gamma എന്ന്. P1 എന്താണ്? P1 തന്നിട്ടുണ്ട്. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. ക്വാണ്ടിറ്റി ഓഫ് എയർ 1 atmosphere അല്ലേ? P1 is equal to 1 atm. V1 എന്താണ്? V1 is equal to half its original volume. So V1 എടുത്താൽ V2 നമുക്ക് എന്താക്കി എടുത്താൽ മതി? V/2 ആക്കി എടുത്താൽ മതി. നമ്മോട് ചോദിച്ചിരിക്കുന്നത് P2 എന്താണെന്നുള്ളതാണ്. സോ ഈ റേഷ്യോ നമുക്ക് ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P2 is equal to P1 into എന്ത് എഴുതാം? V1/V2 all raised to gamma എഴുതാം. ഓക്കെ. പക്ഷേ ഗാമ എത്രയാണ്? എയർ ആണ് തന്നിട്ടുണ്ട്. സോ എയറിൻ്റെ ഗാമ എത്രയാണ്? എയറിൻ്റെ ഗാമ എന്ന് പറയുന്നത് ഗാമ എയർ is equal to 1.4. ഓക്കെ. സോ നമുക്ക് എന്ത് എഴുതാം? ഉടനെ തന്നെ P2 is equal to V1/V2 എന്താണ്? സോ P2 is equal to P1 എത്രയാണ്? 1 atmosphere. സോ 1 into V1/V2, V divided by V/2 അല്ലേ? V divided by V/2 എങ്ങനെ എഴുതാം? നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ എന്ത് ചെയ്യാം? 2 ആക്കി എഴുതാം അല്ലേ? സോ ദിസ് is equal to 2 raised to 1.4. സോ P2 is അതിൻ്റെ റിസൾട്ട് ഓൾമോസ്റ്റ് വരുന്നത് 2.636 atmosphere ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചോദിക്കുന്നത് ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ നമുക്ക് സെക്കൻഡ് എഴുതാം. സോ ടെമ്പറേച്ചർ നമുക്ക് എന്ത് എഴുതാം? T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1 എഴുതാം. ഫസ്റ്റ് T1 എത്രയാണ്? T1 is given as 300 degrees Celsius അല്ലേ? T1 എന്താണ്? 300 degrees Kelvin. V1 നമുക്ക് നേരത്തെ തന്ന പോലെ തന്നെ V/2 നമുക്ക് എടുക്കാം. സോ നമുക്ക് എന്ത് എഴുതാം? T2 is equal to T1 into V1/V2 all raised to gamma minus 1, that is equal to T1 എത്രയാണ്? 300 Kelvin ആണ്. സോ 300 into V1/V2 എന്താണ്? നേരത്തെ ചെയ്തത് തന്നെ V1/V2 2 ആണ്. സോ 2 raised to 0.4 അല്ലേ? 1.4 minus 1 ഉണ്ടാവും. സോ 0.4. സോ ഇത് വരുന്നത് എത്രയാണ്? 395.9 Kelvin ആണ്. ദിസ് ഈസ് ഓൾമോസ്റ്റ് 122.9 degree Celsius. സോറി, ഇവിടെ കാണുന്നില്ലെങ്കിൽ 120, ഇറ്റ്സ് ഓൾമോസ്റ്റ് 122.9 degree Celsius. Okay, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. The problem is, if the equation of state for a gas with internal energy U is PV is equal to 1/3U, then the equation for adiabatic process is. ഇവിടെ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അഡിയബാറ്റിക് പ്രോസസ്സിന് പ്രത്യേകം എന്താണ്? ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ് DQ equal to 0. DQ 0 നമുക്ക് DU എന്ന് എഴുതാം. DU is equal to minus PdV. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് PV is equal to 1/3U എന്നാണ്. സോ PV is equal to 1/3U. That implies U is equal to 3PV. Okay, U is equal to 3PV. So ഈ ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ DU is equal to 3PdV plus 3VdP. സോ DU എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് PdV എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? 3VdP ഈസ് ഈക്വൽ ടു 4PdV. Or
dp by p is equal to minus 4 by 3 dv by v. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് p is equal to minus 4 by 3 log v plus a constant എന്ന് വരും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും 10 റേസ് ടു കൊടുത്താൽ അല്ലെങ്കിൽ ലോഗരിതം എക്സ്പൊണൻഷ്യേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ലോഗ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി വി റേസ് ടു 4 by 3. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് പി ഈസ് ഈക്വൽ ടു മൈനസ് 4 by 3 ലോഗ് വി പ്ലസ് കോൺസ്റ്റന്റ് അല്ലേ? അത് നമുക്ക് എന്ത് എഴുതാം? ലോഗ് പി പ്ലസ് 4 by 3 ലോഗ് വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് രണ്ട് സൈഡിലും എന്ത് എടുക്കാം? രണ്ട് സൈഡിൽ ലോഗ് എടുക്കാം. അപ്പോൾ എന്ത് വരും? പി വി റേസ് ടു 4 by 3 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, സോ പി വി റേസ് ടു 4 by 3 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതാണ്. ദിസ് ഇസ് ദി ഇക്വേഷൻ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ പി വി റേസ് ടു 1 by 3 കോൺസ്റ്റന്റ്, പി വി 2 by 3 കോൺസ്റ്റന്റ്, പി വി 4 by 3 കോൺസ്റ്റന്റ് ആൻഡ് പി വി 3 by 5 കോൺസ്റ്റന്റ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ദ പ്രോബ്ലം ഈസ് എ മോണോഅറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഇനീഷ്യലി അറ്റ് ടെമ്പറേച്ചർ T1 is enclosed in a cylinder fitted with a frictionless piston. The gas is allowed to expand adiabatically to a temperature T2 by releasing the piston suddenly. Okay, if L1 and L2 are the lengths of the gas column before and after the expansion respectively, then T1 by T2 is. Okay, നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അഡിയാബാറ്റിക് പ്രോസസ് ആണ് നമുക്കറിയാം. സോ ടി വി റേസ് ടു ഗാമ മൈനസ് 1 is equal to constant. So therefore T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1 അല്ലേ? സോ ഓർ T1 by T2 is equal to എന്ത് എഴുതാം? V2 by V1 whole raised to gamma minus 1. ഓക്കെ, നൗ ഒരു സിലിണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? V is equal to ഏരിയ അല്ലേ? അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത്ത് അല്ലേ? ഇതാണ് ഒരു അല്ലെങ്കിൽ ഹൈറ്റ്, ബേസിക്കലി ലെങ്ത്ത്. ഓക്കെ, സോ എൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് കോളത്തിൻ്റെ ലെങ്ത്ത് L1 സെക്കൻഡ് കോളത്തിൻ്റെ ലെങ്ത്ത് L2 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പിന്നെ V2 എന്ത് എഴുതാം? എ L2 ഡിവൈഡ് ബൈ എ L1 എഴുതാം ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. ഗാമ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. സോ ഗാമ ഈക്വൽ ടു 5/3 ആണ്. ഗാമ ഈക്വൽ ടു 5/3. 5/3 എന്ന് ഗാമ മൈനസ് 1 എന്തായിരിക്കും? ഗാമ മൈനസ് 1 വിൽ ബി 2/3. ഓക്കെ, സോ ഗാമ മൈനസ് 1 ഈക്വൽ ടു 2/. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻ നമ്മളോട് ചെയ്യുന്നത് ഹോൾ റേസ് ടു 2/3. സോ എയും ക്യാൻസൽ ആയി. സോ L2 by L1 ഹോൾ റേസ് ടു 2/3. നമ്മൾ ചോദിക്കുന്നത് T1 by T2 ആണ്. സോ ഓപ്ഷൻ L2 by L1 ഹോൾ റേസ് ടു 2/3. ഓപ്ഷൻ ഡി ഈസ് ദ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. PV plots for two gases during adiabatic process are shown in figure plots 1 and 2. They should correspond respectively to എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് സ്ലോപ്പ് കുറഞ്ഞത് 1 സ്ലോപ്പ് കൂടിയത് 2 ആണ്. സോ നമുക്ക് പി വി കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. പി വി പ്ലോട്ട്സ് ഫോർ ടു ഗ്യാസസ് during adiabatic processes are shown in the figure. Plots 1 and 2 should correspondingly respectively to. ഇവിടെ രണ്ട് കർവ് തന്നിട്ടുണ്ട്, രണ്ടും ഡിഫറെൻറ്റ് സ്ലോപ്പുള്ള കർവ്സ് ആണ് തന്നിട്ടുണ്ട്. സോ ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമുക്ക് അഡിയാബാറ്റിക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്കറിയാം. എന്താണ്? ലെറ്റ്സ് റൈറ്റ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ? ഓർ വി ക്യാൻ റൈറ്റ് പി is equal to a constant or C divided by V raised to minus gamma. Let's see V raised to minus gamma. So differentiate ചെയ്യുമ്പോൾ dp by dv ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ കിട്ടുക? C into minus gamma V raised to minus gamma minus 1, or this is equal to minus gamma into C divided by V raised to gamma into V. ഓക്കെ, പക്ഷെ സി എന്താണ്? സീനെ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് പി വി റേസ് ടു ഗാമ എന്ന് എഴുതാം. ഓക്കെ, പി വി റേസ് ടു ഗാമ. സോ ഈ വി റേസ് ടു ഗാമ വി റേസ് ടു ഗാമ ക്യാൻസൽ ആയി. ബാക്കി എന്താണുള്ളത്? മൈനസ് ഗാമ പി ബൈ വി. ഓർ സ്ലോപ്പ് അല്ലേ? രണ്ട് സ്ലോപ്പാണ് ഡി പി ബൈ ഡി വി. സോ സ്ലോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ്
gamma or slope is proportional to gamma. അപ്പോൾ ഗാമ കൂടിയ ആൾക്ക് സ്ലോപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ? ഗാമ 1 ഈസ് ഗ്രേറ്റർ ദാൻ ഗാമ 2 ഈസ് ഗ്രേറ്റർ ദാൻ ഗാമ 1. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അതിൽ ഓപ്ഷൻ ബി ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷനിൽ. കാരണം ഓക്സിജൻ്റെ ഗാമ ഓക്സിജൻ എന്ന് പറയുന്നത് 1.4 ആണ്. അതേസമയം ഗാമ ഹീലിയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.67 ആണ്. ഓക്കെ, സോ 1.67 is should be greater than 1. പക്ഷേ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആണ്, അതിൽ തിരിച്ചാണ് വരുന്നത്. സോ therefore we can say that option B is the correct one. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡാറ്റ വേണം. അതായത് ഓക്സിജൻ്റെ ഹീലിയത്തിൻ്റെ ഒക്കെ ഗാമ വാല്യൂസ് നമുക്ക് തന്നിരിക്കും പ്രോബ്ലത്തിൽ. ഓക്കെ. Okay, so moving on to the next question. Figure shows the process A and B on a system. Process A and B on a system. So this is A and this is B. Let delta Q1 and delta Q2 be the heat given to the system in the processes A and B respectively. Then option delta Q1 greater than delta Q2, B delta Q1 equal to delta Q2, C delta W, D delta Q1 less than or equal to delta Q2. So ഏതാണെന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കൂ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇങ്ങനൊരു കർവാണ്, ഈ ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഈ ഗ്രാഫിൽ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എയും ബിയുടെയും ഒറിജിൻ രണ്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് സെയിം ആണ്. എയുടെയും ബിയുടെയും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് സെയിം ആണ്. സോ therefore ഞാൻ ആദ്യം പറഞ്ഞ എന്താ ക്ലാസ്സിലെ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞതാണ്, internal energy is a state function. That means different പാത്സിലൂടെ അവസാനിക്കുന്ന ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആണെങ്കിൽ ഡിഫറെൻറ്റ് പാത്തിലൂടെയുള്ള internal energy സെയിം ആയിരിക്കും. സോ ഡെൽറ്റ യു ഈസ് സെയിം ഫോർ ദിസ് പാത്ത് ആൻഡ് ദിസ് പാത്ത്. രണ്ടാൾക്കും ഇന്റേണൽ എനർജി ചേഞ്ച് എന്നാണ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ എഴുതുമ്പം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഇനി നോക്കേണ്ട കാര്യമില്ല, കാരണം ഡെൽറ്റ യു രണ്ടാൾക്കും സെയിം ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഇനി നോക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഡെൽറ്റ ഡബ്ല്യു, വർക്ക് ഡണിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, വർക്ക് ഡണിൻ്റെ കാര്യം അതെങ്ങനെ നമുക്ക് കിട്ടും? പക്ഷേ വർക്ക് ഡൺ നമുക്ക് കിട്ടാൻ വളരെ ഈസി ആയിട്ടൊരു വഴിയുണ്ട്. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞതാണ്? ഇറ്റ് ഇസ് ദ ഏരിയ അണ്ടർ ദ പി വി കർവ് എന്നാണ്. ഏരിയ അണ്ടർ ദ പി വി കർവ്. സ്വാഭാവികമായിട്ടും ഏതിനായിരിക്കും ഏരിയ കൂടുതൽ? ഓക്കെ, നോക്കൂ, എയിലൂടെ പോകുന്ന ഇതിനായിരിക്കും ഏരിയ കൂടുതൽ അല്ലേ? എയിലൂടെ പോകുന്നതിനായിരിക്കും ഏരിയ കൂടുതൽ. സോ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു 1 എന്ന് വിളിക്കാം. ഓക്കെ, വി കോൾ ദിസ് ഡെൽറ്റ ഡബ്ല്യു 1 and this is delta W2. So therefore delta W1 must be greater than delta W2 and therefore delta Q1 must be greater than delta Q2. So this is the answer. Option A is the correct answer. Okay, so let's move on to the next problem. A thermodynamic system is taken through a cycle ABCD. The thermodynamic system is taken through a cycle ABCD as shown in figure. Option first question, calculate the work done by the gas during the path AB, BC, CD and DA. Find the total heat rejected by the gas during the process ABCDA. Okay, so നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എ ബിയിലുള്ള പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ അത് നമുക്ക് W1 എന്ന് വിളിക്കാം. സോ എ ബിയിൽ എന്താണ് വർക്ക് ഡൺ? ചേഞ്ച് ഇൻ വോളിയം എത്രയാണ്? നമുക്ക് PdV ആണ് വർക്ക് ഡൺ എന്നറിയാം. സോ പ്രഷർ എത്രയാണ്? 100 ആണ്. 100 കിലോ പാസ്കൽ ആണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 100 ഇൻറ്റു വോളിയം എത്രയാണ്? സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. സോ ഇവിടെ 10⁻³ എന്ന് എഴുതണം. ഓക്കെ, കിലോ പാസ്കലാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു വോളിയം എത്രയാണ്? 300 മൈനസ് 100 ദാറ്റ് ഈസ് 200 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 10⁻⁻6 മീറ്റർ ക്യൂബ് എന്ന് വരും. സോ ദിസ് ഇസ് ഓൾമോസ്റ്റ് 20 ജൂൾസ് ആണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് പാത്ത് W2 എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ പാത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഡെൽറ്റ വി എന്താണ്? ഡെൽറ്റ വി 0 ആണ്. അതേസമയം ഇവിടെയും ഡെൽറ്റ വി 0 ആണ്. ഇനി നമുക്ക് C2D മാത്രം ചെയ്താൽ മതി. പക്ഷേ W3 ചെയ്യുമ്പം C2D ചെയ്യുമ്പം എന്താ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വോളിയം ഈസ് ചേഞ്ചിങ് ഫ്രം ലോവർ ടു ഹയർ. ഓക്കെ, അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും DV വരിക. DV നെഗറ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്താം? PdV is equal to P എന്തായിരിക്കും? 200 കിലോ പാസ്കൽ ഇൻറ്റു 10⁻³ ഇൻറ്റു വോളിയം എത്രയാണ് ചേഞ്ച്? വോളിയം -200 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ്. സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് -40 ജൂൾസ് ആണ് വരിക ചേഞ്ച് ഇൻ
ഓക്കെ, ഇനി W4 എന്തായിരിക്കും? W4 വിൽ ബി 0. കാരണം എന്താണ്? വോളിയം, ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം ഇൻ ദ കേസ് ഓഫ് W4. ഇനി അതിൽ പാർട്ട് 2 ആണെങ്കിലോ, അതിൽ പാർട്ട് 2 നോക്കുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ഹീറ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് ABCDA. ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? DQ is equal to du plus dW plus dW. നമുക്കറിയാം ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ? സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ അവസാനിക്കുന്നുണ്ട്. സോ ഫോർ സൈക്ലിക് പ്രോസസ്സസ് സിൻസ് ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഒരു സൈക്ലിക് പാത്തിലൂടെ മൂവ് ചെയ്ത് വരുമ്പോൾ എന്താണ്? ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, ആദ്യമുള്ള എനർജിയിലേക്ക് തന്നെ അത് തിരിച്ച് വരും. സോ du is equal to 0. So therefore DQ is equal to dW ആണ്. ഓക്കെ, സോ ഹീറ്റ് റിജക്റ്റഡ് എന്താണ്? ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ വന്ന DQ is equal to dW, that is equal to -20 joules. ഓക്കെ, അതിൽ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഹീറ്റ് റിജക്റ്റഡ്, the total heat rejected by the gas during the process ABCD ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് ഡൺ W is equal to W1 plus W2 plus W3 plus W4. പക്ഷേ W2 W4 അല്ല W 0 ആണ്. സോ ആകെ നമുക്ക് വരുന്നത് 20 joules minus 40 joules ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -20 joules ആണ്. നമുക്കറിയാം DQ എന്താണ്? ഹീറ്റ് റിജക്റ്റഡ് ഓർ അബ്സോർബ്ഡ് ഈക്വൽ ടു DQ is equal to DU plus dW. പക്ഷേ ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ? സൈക്ലിക് പ്രോസസ്സിൻ്റെ കേസിൽ DU എന്താണ്? 0 ആണ് ഫോർ സൈക്ലിക് പ്രോസസ്സസ്. ഓക്കെ, സോ therefore we can write DQ is equal to dW. പക്ഷേ dW നമ്മൾ ഓൾറെഡി കണ്ടു, ആ ടോട്ടൽ പാത്തിൽ നിന്നാണ് -20 joules ആണ്. സോ ദിസ് ഇസ് ദി heat rejected by the